സീതപ്പഴത്തിന്റെ നമുക്ക് റെഡും നമ്മുടെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ സീതപ്പഴത്തിന് റയറായി കിട്ടുന്ന ഗ്രീനും ഉണ്ട്. ഗ്രീൻ കോമൺ ആയിട്ട് കിട്ടുന്ന ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. റെഡ് ഇത് ഇപ്പുറത്തിരിക്കുന്ന വലിയ ഇലയോട് കൂടി ഇതാണ് റെഡ്. ഇത് റെഡും സീതപ്പഴത്തിന് കിട്ടുന്നുണ്ട്. ഇത് രണ്ടും ഒരേ വിലക്കാണ് കൊടുക്കുന്നത്. 150 രൂപയ്ക്കാണ്. 150 രൂപ കൊടുക്കുന്നത്. 150 രൂപയ്ക്ക്. ഇതിന്റെ അത് പ്ലാന്റിന്റെ സൈസ് കൂടെ നോക്കണം. പ്ലാന്റിന്റെ സൈസ് കിട്ടുന്നത് ഇതിലൊരു 5 അടി മിനിമം, രണ്ടിലും 5 അടി ഹൈറ്റ് ഉണ്ട്. രണ്ടിലും 5 അടി ആയിട്ട് വരുന്നുണ്ട്. രണ്ട് ഏകദേശം ഒരേ വലിപ്പം തന്നെയാണ് കാണുന്നത്. ഒരേ വലിപ്പം തന്നെയുള്ളത് 5 അടി. പ്ലാന്റ് ചെറുതല്ല, വലിയ പ്ലാന്റ് ആണ്. അതെ അതാണ് പറയുന്നത്. അതാണ് ഒരു വ്യത്യാസം. ഒപ്പം തന്നെ ഇതിന്റെ ഇപ്പുറത്തെ ഇന്ത്യൻ മുസംബി. ഈ കാണുന്നത് ഇന്ത്യൻ മുസംബിയാണ്. ഇന്ത്യൻ മുസംബി. ഈ ഇന്ത്യൻ കാണുന്ന മുസംബിക്ക് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 4-5 അടി ഹൈറ്റ് വലിപ്പമുള്ളതാണ്. ഇതും നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ഇപ്പൊ ഇതിൽ കായില്ല. കായുള്ള പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി ഇപ്പോഴും പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഒന്നത് അത്യാവശ്യം ഇതിലൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ ഫുൾ ആയിട്ടുള്ള എല്ലാത്തിലും കായായിട്ടില്ല. എന്നാ ആ പ്ലാന്റ് 200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 200 രൂപ കൊടുക്കുന്നത്. ഇതിന് എന്തിപ്പോ സീസൺ ഉള്ള ഒരു ഐറ്റം ആണോ? സീസണുള്ള ഒരു ടൈമാണ്. സീസണിൽ വരുന്ന ഐറ്റം ആണിത്. അത് കാരണം കൊണ്ടാണ് കായ ഉണ്ടാവും, നമ്മുടെ നാട്ടിലും കായ ഉണ്ടാവുന്നത് തന്നെയാണ്. 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 100 രൂപയ്ക്ക് അത് കൊടുക്കുന്നത്. 200 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണിക്കുന്നത്. ഇത് നമ്മുടെ ചൈനീസ് മുസംബി എന്ന് പറയുന്നത്. ചൈനീസ് മുസംബി. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചെടി തന്നെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗി. ശരിയാണ്. നല്ല ഒരു വെറൈറ്റി ചെടിയാണ്. ഒപ്പം തന്നെ കായ്ക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. അതുപോലെ കായ തുരുതുരം തന്നെ കായ ഉണ്ടാവും. നിറയെ കായ ഉണ്ടാവുന്ന ഒരു ഐറ്റാണ് ഇന്ത്യൻ മുസംബി. അത് നമ്മൾ അതിന്റെ ബഡ് ചെയ്ത പ്ലാന്റ് തന്നെയാണ്. 150 രൂപയ്ക്കാണ് നമ്മൾ 150. ഈ ഒരു സ്റ്റേജിൽ തന്നെ കായ വരുമോ? ഈ സ്റ്റേജിൽ തന്നെ കായ വരും. ഇതിന് സീസൺ ഇല്ലാത്ത തന്നെയാണ്. സീസൺ ഇല്ലാത്ത തന്നെയാണ്. ഈ ബാച്ചിൽ കുറച്ച് കുറഞ്ഞിട്ടുള്ളത് മാത്രമേ. പക്ഷെ കായ ഉണ്ടാവും. അത് കായുള്ളത് തന്നെയാണ്. ശരി. ഇതൊക്കെ ഒരു സ്റ്റേജിൽ കായ വരുന്ന ഐറ്റമാണ്. ഇതൊരു ഇപ്പൊ നമ്മുടെ ഒരു 3 അടി. ഇതാണ് ഇതിന്റെ ഒരു ഹൈറ്റ്. അത്രയ്ക്ക് മറ്റ് ഇന്ത്യൻ മുസംബിനെ അപേക്ഷിച്ചുള്ള ഒരു ഹൈറ്റിൽ പോകും. ഈ ഹൈറ്റ് ഒന്നും ഇതിന് വരില്ല. ഇത് ഡാർക്ക് ഹൈറ്റ് ആണ്. ഇത് പടർന്ന് പിടിക്കുന്ന ഒരു ഐറ്റാണ്. പടർന്ന് പിടിക്കുന്നതും അതുപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ ഒരു ഐറ്റാണ്. അതിന് 150 രൂപയാണ്. 180. 150. 150 രൂപയാണ് ഇതിന്റെ വില. ഇത് നമ്മള് വിയറ്റ്നാമേളിയുടെ നമ്മുടെ പ്ലാന്റുകളാണ്. വിയറ്റ്നാമേളി നമ്മള് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് സീസൺ ഇല്ലാതെ ഒരു വർഷത്തിൽ തന്നെ 2-3 പ്രാവശ്യം കായ്ക്കുന്നതും വളരെ ഹൈറ്റ് കുറഞ്ഞതും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വിയറ്റ്നാമേളി പ്ലാവ്. ഇപ്പൊ ട്രെൻഡിങ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന ഒരു ഐറ്റാണ്. വളരെ ചെറിയ സ്ഥലത്ത് പോലും അത് നടാൻ കഴിയും. അത് നമ്മുടെ നാട്ടിൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. അതിന്റെ നമുക്ക് ഏറ്റവും ചെറിയ സൈസ് നമുക്ക് 120 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും. ഒപ്പം തന്നെ ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്ലാന്റ് ഒക്കെ നമുക്ക് 250 രൂപ. അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി വലുത് 300 രൂപ. അതിനേക്കാളും കുറച്ചും കിട്ടും. നമുക്ക് മാക്സിമം ഒരു 6 മാസം 1 വർഷത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്ന് കായ റിസൾട്ട് കിട്ടുന്ന ടൈപ്പാണ്. ഡ്രാഗൺ റെഡ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രാഗൺ റെഡ് ആണിത്. 100 രൂപയാണ് ഇതിന്റെ വില. മട്ടോവ ഗ്രീൻ ആണിത്. ഇത് L49 പേരക്കയാണ്. പേരയുടെ തൈയാണ് ഇത് കാണുന്നതൊക്കെ. L49 പേരക്കയുടെ തൈകളാണ് ഈ കാണുന്നത്. ഇത് VNR പേര. 140 രൂപയാണ് ഈ തൈൻ്റെ ഒക്കെ വില വരുന്നത്. കാലാപ്പാടി മാവും തൈകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാലാപ്പാടിയാണ്. പിന്നെ അതുപോലെ തന്നെ കുളമ്പ്. ഇത് കുളമ്പാണ്. ഇതൊക്കെ കാലാപ്പാടിന്റെ ചെറിയ തൈകളാട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കാലാപ്പാടിയാണ്. ഇതൊക്കെ കാലാപ്പാടി. അബിയുവിന്റെ ചെറിയ തൈകളാണ് ഇതൊക്കെ. 350 രൂപയാണ് ഇതിന്റെ വില. രൂപന്റെ തൈകളാണ് ഈ കാണുന്നത്. അബിയുടെ തൈകളാണൊക്കെ. ഇതൊക്കെ അബിയുമാണ്. ബനാന സപ്പോർട്ടാണ്. ബനാന സപ്പോർട്ടിന്റെ തൈയാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതൊക്കെ ബനാന സപ്പോർട്ടിന്റെ തൈകളാണ്. ഇതൊക്കെ 350 രൂപയാണ് വില.
മിയാസാക്കിന്റെ മാവിൻ തൈയാണ് ഈ കാണുന്നത്. 480 രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ഈ തൈയിന്റെ വില. മിയാസാക്കിയാണ് ഇതൊക്കെ. ഇത് സബാറ ജബോട്ടിക് കേട്ടോ. അതിന്റെ ചെറിയ തൈകളാണ്. 250 രൂപയാണ് ഇതിന്റെ വില. ബിയർ ആപ്പിൾ റെഡ് ആണിത്. 150 രൂപയാണ് ഇതിന്റെ വില. ബിയർ ആപ്പിൾ റെഡിന്റെ ചെറിയ തൈകൾ റെഡ് ആട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അതിന്റെ തൈകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ.